ഹലോ ഗായ്സ്, ഞാൻ രേവതി. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹത്തിന് ശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്തായാലും അതിൽ തെറ്റുണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഞങ്ങൾ അബുദാബിയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആവണു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനതൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ കൂടെ വിനോദും ലാവണ്യയും വരുന്നുണ്ട് കേട്ടോ. ഇവർ നമ്മുടെ നെയ്ബേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. രണ്ടുപേരുടെ ഒരേപോലെ ഉണ്ട്. അത് ഞാൻ മാറ്റാം. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആട്ടോ ഈ അബായ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാട്ടോ. ഇത് ഫസിഹ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അബായയാണ്. ഇത് ഗ്രാൻഡ് മോസ്കിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അബായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അവിടെ ഫുള്ള് കവർ ചെയ്ത ഡ്രസ്സ് വേണം, ഹെഡും കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്കിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ താജ്മഹലിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ, അല്ലേ കാണാ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോസിൽ കണ്ടത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മളിതാ എത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഇതിലൂടെ കയറിയിട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് എൻട്രൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഗ്രാൻഡ് മോസ്കിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ മുകളിലൂടെ നടക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ഫുൾ നല്ല നല്ല കടകളായിരുന്നു. ഈ ഗോൾഡൻ കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിലെന്നാണ്. പിന്നെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്യാമൽ സോപ്പാന്നുള്ളത്. ഗിഫ്റ്റ്സിൻ്റെ ഷോപ്പ്, ഡ്രസ്സിൻ്റെ ഷോപ്പ്, ഈവൻ ഇപ്പോൾ നമുക്ക് അബായ ഇല്ലെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അബായയുടെ ഒരുപാട് ഷോപ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുവഴി നടന്നു പോകുമ്പോഴാട്ടോ ഈ ഒരു സാധനം ഞാൻ കണ്ടത്. ഇത് ഞാൻ ആക്ച്വലി പിക്ചറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അലാവുദ്ദീൻ്റെ കയ്യിലിരിക്കുന്ന അത്ഭുത വിളക്ക് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഏരിയയിലെത്തി. നമുക്ക് ഓൺലൈനും എടുക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് എടുത്ത് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. അവിടെ ഫ്രീ എൻട്രി ആണ്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് ഇന്ന് QR കോഡ് സ്കാൻ ചെയ്ത് അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്കൊരു ടോളറൻസ് പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു വഴിയുണ്ട്. അതുവഴി കുറേ നടക്കാനുണ്ട്. ലിഫ്റ്റും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ പോവാം. ഞങ്ങൾ പക്ഷേ എക്സ്കലേറ്റർ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിലൊക്കെ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ബെറ്റർ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസോ അല്ലെങ്കിൽ ചപ്പലൊക്കെ എടുത്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എക്സ്കലേറ്ററിലെത്തി. ഇവിടുന്ന് മുകളിലേക്ക് എത്തിയാൽ നമുക്ക് ഗ്രാൻഡ് മോസ്കിൻ്റെ ഒക്കെയുള്ള എൻട്രിയാണ്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഏകദേശം 10-12 കൊല്ലം എടുത്തിട്ടാണ് ഈ മോസ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതെന്നാണ് പറയുക. UAEയുടെ ഫൗണ്ടറും ഫസ്റ്റ് പ്രസിഡൻറ്റും ആയിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1996-ലാണ്. പക്ഷേ 2004 ഈ ഷെയ്ഖ് അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദര സൂചകമായിട്ട് അദ്ദേഹത്തെ ഈ മോസ്കിൻ്റെ ഫ്രണ്ടിലാണ് ഖബറടക്കിയിരിക്കുന്നത്. ഈ ഒരു സൺസെറ്റിൽ ഈ മോസ്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ മോസ്കിൻ്റെ ഫ്രണ്ടിലുള്ള കോർട്ട്യാർഡിൻ്റെ ഫ്ലോറാണ്. നല്ല ഭംഗിയുള്ള മാർബിളിൽ ഫ്ലോറൽ പ്രിൻറ്റ്സ് ഒക്കെ ആയിട്ട്. ഇവിടെ ഏകദേശം ഒരു 30,000 ആൾക്കാർക്ക് ഒരേ ടൈം പ്രെയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് തൂണുകൾ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൂണുകളുടെ മേൽഭാഗത്തൊക്കെ ഒരു ഈന്തപ്പനയുടെ ഡിസൈൻസാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗോൾഡ് കളറും വൈറ്റും കൂടി കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഏരിയ മോസ്കിൻ്റെ ഉള്ളിലെ വോളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മാർബിൾ വെച്ചിട്ട് ഫ്ലോറൽ പ്രിൻറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുക. നമുക്ക് ശരിക്കും കാണുമ്പോൾ ഒരു വരച്ച പിക്ചേഴ്സ് പോലെ തോന്നും. പക്ഷേ ഇത് മാർബിളിൽ ഓരോ ഫ്ലവേഴ്സിൻ്റെ ലില്ലി, ലോട്ടസ്, ഐറിസ് അങ്ങനെ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ ഇവർ കൊത്തിയെടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇതുപോലത്തെ ഷാൻഡലിയർ ലൈറ്റ്സ് പല ഭാഗങ്ങളിലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു പ്രാർത്ഥന ടൈം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കാണ്. ഈ ക്ലോക്കും നമുക്ക് ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പ്രെയർ ഏരിയയുടെ ഫ്രണ്ടിലായിട്ട്. ഇതിവിടുത്തെ മെയിൻ ഒരു പ്രെയർ ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഷാൻഡലിയർ ലൈറ്റാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻഡലിയർ ലൈറ്റുകളിൽ ഒന്ന്. ഈ ഏരിയ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നേ. ശരിക്കും എനിക്ക് വീഡിയോയിൽ അത്രയും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കാർപ്പറ്റിനും ഒരു സ്റ്റോറി ഉണ്ട്. ഇതും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് തുന്നിയെടുത്ത കാർപ്പറ്റുകളിൽ ഒന്നാണ്. 1200 ജോലിക്കാർ 2 വർഷം കൊണ്ട് ചെയ്തൊരു വർക്കാണ്.
ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു മ്യൂസിയം കാണുന്നത്. ഇവിടെയും ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. ഈ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായിട്ട് 3D പ്രൊജക്ഷനിലും ലൈറ്റിലും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി മ്യൂസിയം ആയിരുന്നു ഇത്. ഇവിടെ UAEയുടെ ചരിത്രവും അതുപോലെ തന്നെ പണ്ടത്തെ ഷെയ്ഖ്മാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഭരണങ്ങളും അവരുടെ ഗാഡ്ജറ്റ്സും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രാൻഡ് മോസ്കിൻ്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷനും സൗദിയിലെ മക്കയുടെ ചെറിയൊരു മിനിയേച്ചർ വേർഷനൊക്കെ ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 2-3 മണിക്കൂറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചുറ്റി നടക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി എന്നാൽ ബൈ. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.